നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വാർത്ത കണ്ടോ? ഫോർഡേഴ്സ് ലിസ്റ്റിലെ നോ ലിസ്റ്റില് കേരളത്തിന്റെ പേരും കൂടി ഉൾപ്പെടുത്തിയേക്കാണ്. 2025 ലിസ്റ്റ് അവർ പുറത്തിറക്കിയതിന്റെ കൂട്ടത്തിലാണ് കേരളത്തിന്റെ പേരും കൂടി ഉൾപ്പെട്ടേക്കുന്നത്. അപ്പൊ ഈ ഫോർഡേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലോബലി അക്ലെയിംഡ് ടൂറിസം ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് ആണ്. ടൂറിസ്റ്റുകൾക്കും ട്രാവലേഴ്സിനും ഒക്കെ തന്നെ ഗ്ലോബലി ഒരു ഗൈഡൻസ്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസും ഇൻഫർമേഷൻസും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ എല്ലാ വർഷവും ആനുവലി എന്താണ് നോ ലിസ്റ്റും ഗോ ലിസ്റ്റും പുറത്തിറക്കാറുണ്ട്. ഗോ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ മാക്സിമം സന്ദർശിക്കേണ്ട പ്ലേസും, നോ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട പ്ലേസുമാണ്. അപ്പോൾ ആ അവോയ്ഡ് ചെയ്യേണ്ട പ്ലേസിലാണ് കേരളം സ്ഥാനം പിടിച്ചേക്കുന്നത്. നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ് ഇത്. നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ കണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല, ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. നമ്മൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളം എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ട്രാവലേഴ്സും ടൂറിസ്റ്റുകളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ഇടിച്ചു തള്ളി നിൽക്കുവാണ്. ആനുവലി ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് സന്ദർശിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ടൂറിസ്റ്റുകൾ അവോയ്ഡ് ചെയ്യുന്ന പ്ലേസുകളിൽ ഒരെണ്ണമായിട്ട് കേരളം മാറി എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി വലിയ അപമാനകരമായിട്ടുള്ള വേറൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ ഇവര് എന്തിന്റെയൊക്കെ ബേസിലാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. മെയിനായിട്ട് നമ്മുടെ എക്കോളജി തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണോ, അൺസസ്റ്റൈൻഡ് ആയിട്ടുള്ള ടൂറിസം ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. ആനുവലി ലാൻഡ് സ്ലൈഡും ഫ്ലഡും നമ്മുടെ വാട്ടർ ബോഡീസ് മുഴുവൻ പൊല്യൂട്ടഡ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു നല്ല ഒരുപാട് വാട്ടർ ബോഡീസും മൗണ്ടൻസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. കടലിന് കടല്, മലയ്ക്ക് മല, വെള്ളത്തിന് വെള്ളം, അങ്ങനെ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാം പൊല്യൂട്ടഡ് ആണ്. നമ്മുടെ മൗണ്ടൻ റീജിയൻ മുഴുവൻ വൾണറബിൾ ആണ്, വീക്കാണ്. ഏത് സമയവും ലാൻഡ് സ്ലൈഡ് വരാം. ഇപ്പൊ കണ്ടിന്യൂസ് ലാൻഡ് സ്ലൈഡ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വയനാട് ലാൻഡ് സ്ലൈഡ് ഗ്ലോബലി അറിഞ്ഞൊരു ദുരന്തമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, ഈ ഒരു സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളെ വിലക്കും. അതാണ് ഇപ്പൊ അവർ ചെയ്തേക്കുന്നത്. ഒരു വാർണിംഗ് പോലെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ടൂറിസ്റ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കേരളം എന്ന് പറയുമ്പം അത്ര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഒരു സ്ഥലമല്ല. ഇപ്പൊ മുഴുവൻ പൊല്യൂഷൻ മാത്രമാണ്. നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ ഇല്ല. ലാൻഡ് സ്ലൈഡും ഫ്ലഡും ഒക്കെ തന്നെ സർവ്വസാധാരണമാണ്. അപ്പൊ അവിടേക്ക് പോകുന്നത് നിങ്ങളുടെ ജീവൻ ആപത്തായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. എപ്പോഴും നമ്മുടെ മാറി മാറി വരുന്ന മന്ത്രിസഭ പറയാറുണ്ട് ഇതിനങ്ങ് ടൂറിസ്റ്റ് സ്പോട്ടുകളാക്കും, എല്ലാ ടൂറിസ്റ്റുകൾക്കും വരാൻ പറ്റുന്ന ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസ് ആക്കി മാറ്റും. പക്ഷെ ഇപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. മുഴുവൻ പൊല്യൂട്ടഡ് ആണ്, മൊത്തം വൾണറബിൾ ആണ്. ഇപ്പൊ നമ്മുടെ എൻറ്റയർ കേരളവും എക്കോളജിക്കലി വൾണറബിൾ പ്ലേസ് ആയിട്ട് മാറിയേക്കാണ്. ഇവിടെ ജീവിക്കാൻ പോലും സുരക്ഷിതമല്ലാതായി മാറിയേക്കാണ്. പിന്നെ ഇത് എങ്ങനെ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ആക്കും? ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ടൂറിസം ബേസ്ഡ് ആയിട്ട് കുറെ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കുറെ പൈസ മാറ്റി വെക്കുന്നുണ്ട്. ആ പൈസയൊക്കെ കീശയ്ക്കകത്ത് നിറച്ചിട്ട് ഇവർ പോവാണ്. അത് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്തരം ഒരു ലിസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞോ? ഒരുപാട് ആൾക്കാരൊന്നും അറിഞ്ഞു കാണത്തില്ല. നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ വലിയ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഇതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. പക്ഷെ ആരും ജനങ്ങളെ അറിയിക്കത്തില്ല. ഇതൊക്കെ ഒരു തിരിച്ചറിവാണ് നമുക്ക്. നമ്മുടെ നാടിപ്പം ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിപ്പം അന്യം നിന്ന് പോവാണ്. ഒന്നുമില്ല, എല്ലാം നശിച്ചു.